ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാത്മാഗാന്ധിജി പറഞ്ഞ ഒരു മൊഴിമുത്ത് എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമമാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവം ലോകത്തെ സ്നേഹിച്ചു, ഈ സ്നേഹത്തിലൂടെ സമാധാനം വീണ്ടെടുക്കുവാൻ ദൈവപുത്രനെ സ്വർഗത്തിൽ നിന്നും അയച്ചു എന്ന് മഹാത്മാഗാന്ധി പറയുകയുണ്ടായി. പരസ്പര സ്നേഹത്തിലൂടെ ഇന്ത്യയിൽ സമാധാനം ഉണ്ടാക്കുവാൻ ഇന്ത്യയെന്നും പാകിസ്ഥാൻ എന്നും വിഭാഗിച്ച് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി മാറ്റി. പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്ത്യയുടെ സമാധാനം കെടുത്തുക എന്ന ദൃഢനിശ്ചയമാണ്. ഹല്ലേലൂയ. ഇന്ത്യയുടെ വളർച്ചയെ തകർക്കണം. സമാധാന രാജ്യമായ ഇന്ത്യയെ ഭീകര രാജ്യമായി സ്ഥാപിക്കുവാൻ പാകിസ്ഥാൻ ഇന്ത്യക്ക് അകത്ത് കയറി എന്തുമാത്രം ഭീകര ആക്രമണങ്ങൾ നടത്തി ജനങ്ങളെ കൊന്നിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ഒരിക്കൽ പോലും പാകിസ്ഥാൻ എന്ന രാജ്യത്തിനകത്ത് കയറി ഒരു ആക്രമണം പോലും നടത്തിയിട്ടില്ല. ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് ആക്രമിക്കും. രാജ്യ തലസ്ഥാനത്തെ വിറപ്പിച്ച പൊട്ടിത്തെറി 2025 നവംബർ മാസം 10-ാം തീയതി വൈകുന്നേരം 6:50 ഡൽഹി ചെങ്കോട്ടയിൽ നടത്തിയ കാർ സ്ഫോടനം. പാകിസ്ഥാന്റെ ഭീകര പദ്ധതിയിൽ നിരവധി ഇന്ത്യക്കാർ മരണപ്പെട്ടു, 25ഓളം പേർക്ക് പരുക്കേറ്റു, നിരവധി വാഹനങ്ങൾ കത്തിച്ചാമ്പലായി, 1/2 കിലോമീറ്റർ വരെ സ്ഫോടന ശബ്ദം കേട്ടുവെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഭീകരബന്ധത്തെ തുടർന്ന് 3 ഡോക്ടർമാർ ഉൾപ്പെടെ 8 പേരെ അറസ്റ്റ് ചെയ്തു. ഭീകര സംഘടനയിൽപ്പെട്ട ഇവരിൽ നിന്നും 2900 കിലോ സ്ഫോടക വസ്തുക്കളും AK-47, 20 ടൈമർ, വാക്കി ടോക്കി എന്നിവ ജമ്മു കാശ്മീർ പോലീസ് കണ്ടെടുത്തു. സുരക്ഷ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ശക്തമാക്കണം. ഹല്ലേലൂയ. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തണം. ഭീകരർക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളെ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും കേരളത്തിൽ സുരക്ഷ ശക്തമാക്കുകയും പരിശോധനകൾ കർശനമാക്കുകയും ചെയ്യണം. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേൽ രാജ്യത്തിനകത്ത് കയറി യഹൂദന്മാരെ കൊല്ലുകയും പിടിച്ചുകൊണ്ടു പോകുകയും ചെയ്തതു മുതൽ ലോകം മുഴുവനും ഇസ്ലാമിസ്റ്റ് ഭീകര വാഴ്ച തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിനകത്തും പാലസ്തീൻ ഗാസ ഭീകരർ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുൽവാമ, പഹൽഗാം സംഭവങ്ങൾക്കു ശേഷം ഡൽഹി സ്ഫോടനവും ഒരു തുടർക്കഥയാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഭീകരർ ഇനിയും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ താവളമടിച്ചിട്ടുണ്ട്. അടുത്ത സ്ഫോടനം നടത്തുന്നതിന് മുമ്പേ ഇന്റലിജൻസ് വിഭാഗം ശക്തമാക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും അതീവ ജാഗ്രതരായിരിക്കണം. ഇന്ത്യയുടെ തലസ്ഥാന നഗരി പാർലമെൻറ്റിന് സമീപവും സ്വാതന്ത്ര്യദിനം റിപ്പബ്ലിക് നടത്തുന്ന ചെങ്കോട്ടയുമായിരിക്കും ഭീകരരുടെ അടുത്ത ലക്ഷ്യം.
മുൻപും ചെങ്കോട്ട ഭാഗത്ത് ഭീകര ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ലോകശ്രദ്ധ നേടിയെടുക്കുവാൻ വേണ്ടിയാണ് ചെങ്കോട്ട ഭാഗത്ത് സ്ഫോടനം നടത്തിയത്. അതുകൊണ്ട് പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, മറ്റു മന്ത്രിമാരും കൂടി ചേർന്ന് ഇന്ത്യയിലുള്ള ചെറിയ ചെറിയ ഭീകര രാഷ്ട്രീയ സംഘടനകളെ നിരോധിക്കണം. കേരളത്തിനകത്തും ധാരാളമായി ചെറിയ ചെറിയ രാഷ്ട്രീയ ഭീകര മത സംഘടനകൾ ഉണ്ട്. ഇതെല്ലാം നിരോധിക്കേണ്ടതാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന ഇന്ത്യക്ക് ഇപ്പോൾ ഒരു വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ ജാതി മതസ്ഥരും ഒറ്റക്കെട്ടായി നിൽക്കണം. മതത്തിൻ്റെ പേരിൽ ഭരണം നടത്തിയാൽ ഭിന്നിപ്പുണ്ടാകും. ഭീകര രാജ്യ മതസ്ഥർ ഇന്ത്യയിൽ താവളമുറപ്പിക്കും. ഇന്ത്യക്കാരെ എല്ലാവരെയും ഒരേപോലെ നിർത്തി ഭരണം നടത്തിയാൽ ഭീകര ആക്രമണം കൂടുതൽ തടയുവാൻ കഴിയും. സുരക്ഷ കാര്യത്തിൽ ഇന്ത്യ മുൻപന്തിയിലാണെന്ന്, പ്രാപ്തി നേടിയെന്ന് പ്രസ്താവിക്കുന്ന ഇൻ്റലിജൻസ് വിഭാഗം ആഭ്യന്തര വകുപ്പിനു വരെ നാണക്കേട് വരുത്തി. ഓരോ സംഭവത്തിനു മുന്നിലും ഇന്ത്യൻ ജനതയുടെയും ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെയും പ്രസക്തി ഭീകര ശക്തികളുടെ മുമ്പിൽ അടിയറവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മുടെ രാജ്യമായ ഇന്ത്യ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.